കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അധികം കാണുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് ആളുകൾ ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേതാണ് ആപ്ലിക്കേഷൻ എന്നും എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഇത് സ്പാം ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഞാൻ ക്രിപ്റ്റോയിൽ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല. എൻ്റെ കയ്യിൽ വലിയ ഹോൾഡിങ്സ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഒറ്റ പൈസ ഞാൻ ക്രിപ്റ്റോന്ന് ഇതുവരെ ഏൺ ചെയ്തിട്ടുമില്ല. പണ്ടെങ്ങാണ്ട് കുറച്ച് ഷിബ് മേടിച്ചിട്ട് 100-200 രൂപ ഉണ്ടാക്കിയതല്ലാതെ വേറെ ഏണിങ്സ് കാര്യങ്ങളൊന്നും ഞാൻ ക്രിപ്റ്റോന്ന് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ വന്നേക്കുന്ന ഇത്രയധികം റീൽസ് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തപ്പിയിറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോയുടെ പേരെന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാംസ്റ്റർ കോമ്പാക്ട് എന്നാണ് ഈ ഒരു ക്രിപ്റ്റോയുടെ നെയിം കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സാംസ്റ്റർ അല്ല, ഹാംസ്റ്റർ കോമ്പാക്ട്. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെലഗ്രാം യൂസ് ചെയ്താണ് നമുക്ക് ഈ ഒരു ക്രിപ്റ്റോ കാര്യങ്ങളൊക്കെ മൈൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രിപ്റ്റോയുടെ മൈനിങ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത്ര സിമ്പിളായിട്ട് ടച്ച് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. അതിന് നല്ല ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ വെച്ചാണ് ക്രിപ്റ്റോയുടെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പാം ആണെന്നുള്ള ഒരു തോന്നൽ കാര്യങ്ങളൊക്കെ വന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ ഈ ഒരു സാധനം ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിനു മുന്നേ ഒരു കോയിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇതുപോലെ ടച്ച് ചെയ്ത് മൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ആ ഒരു കോയിനും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് പലരും ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഇതിനു വേണ്ടി ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ കൂടെ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനു മുന്നേ നിങ്ങൾ ടെലഗ്രാം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ ടെലഗ്രാം ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു വിൻഡോ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ആയി വരിക. അപ്പം നിങ്ങൾ നേരെ ജസ്റ്റ് ഈ ഒരു വിൻഡോയിലേക്ക് വരിക. അതിനുശേഷം താഴെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം നെക്സ്റ്റ് പോകാനുള്ളൊരു ഓപ്ഷൻ. അവിടെ നിന്ന് നിങ്ങൾ നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം പ്ലേ എന്നുള്ള ബട്ടൺ കൊടുക്കുക. ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു 5000 കോയിന് കാര്യങ്ങളൊക്കെ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കളക്ട് ചെയ്യുക. അതിനുശേഷം ബിക്കം എ CEO എന്നുള്ളൊരു ഓപ്ഷന് കാര്യങ്ങളൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് ഇതുപോലുള്ളൊരു വിൻഡോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രിപ്റ്റോ മൈനിങ് കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. ഈ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ നമ്മുടെ ടെലഗ്രാമായിട്ട്, അതായത് നമ്മുടെ ടെലഗ്രാം വാളറ്റായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എയർ ഡ്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കണക്ട് ടു യുവർ ടോൺ വാളറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ടെലഗ്രാം വാളറ്റുമായിട്ട് ഈ ഒരു അക്കൗണ്ടിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ടെലഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നത് കാണാം. നമ്മുടെ വാളറ്റുമായിട്ട് ഈ ഒരു ടോൺ കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കോയിൻസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് കോയിൻസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാമെന്ന് കാണാം. ജസ്റ്റ് ഒരു ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ 25,000 കോയിൻസ് നമുക്ക് അവിടെ ഏൺ ചെയ്യാം. അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5,000 കോയിന് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാം. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും ഏൺ ചെയ്യുന്നതിലല്ല പ്രധാനമായിട്ടുള്ള കാര്യം. നമുക്കിവിടെ കാണാം പ്രോഫിറ്റ് പെർ ഹവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം യാതൊരു വിധത്തിലുള്ള ഏണിങ്സും കാര്യങ്ങളും, അതായത് ക്രിപ്റ്റോ മൈനിങ്ങും കാര്യങ്ങളും ഇവിടെ ഒന്നും നടക്കുന്നില്ല. നമ്മളിവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കിവിടെ ക്രിപ്റ്റോ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ക്രിപ്റ്റോ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്ന പ്രോഫിറ്റ് പെർ ഹവർ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് മൈനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്രിപ്റ്റോ മൈനിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നെക്സ്റ്റ് ഓരോ സെക്കൻഡിലും നമുക്ക് ആ ഒരു ഏണിങ്സ് കാര്യങ്ങളൊക്കെ താനെ നടന്നുകൊണ്ടിരിക്കും. അതായത് ഇനി ഒരു ഹവറിൽ 40+ കോയിൻസ് കാര്യങ്ങളൊക്കെ ഏൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോയിൻസ് കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് നമ്മുടെ
ക്ലാഷ് ഓഫ് ക്ലാൻസ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ ഓരോ ദിവസം വെയിറ്റ് ചെയ്തിരുന്ന് നമ്മളെ ടൗൺ ഹൗസ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നില്ലേ, സെയിം ഒരു മെത്തേഡ് കാര്യങ്ങളൊക്കെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. അതുപോലെ താഴേട്ട് നോക്കി കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓരോന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏണിങ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾക്ക് ടൈം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് തന്നെ നമുക്ക് ഏണിങ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ 40+ കോയിൻസ് ഇന്ന ഹവർ എന്നുള്ളത് 1 മില്യൺ ഉള്ളവരുണ്ട്, 2 മില്യൺ ഉള്ളവരുണ്ട്. ആ ഓരോ രീതിയിലേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കാതെ തന്നെ നമുക്കിത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡെയിലി ഓരോ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് 1 ലക്ഷം കോയിൻ 2 ലക്ഷം കോയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ആ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ഫ്രീ കോയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്താണോ അവിടെ അടിച്ചു കൊടുക്കേണ്ടത് ആ ഒരു ഓപ്ഷന് കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോയിന് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ അതെന്താണെന്ന് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ കോയിൻ എന്ന് പറയുന്ന ഒരു കോഡ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ നമുക്കിവിടെ പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം കോയിൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലൂടെ വരിക, അതിനുശേഷം സ്റ്റാർട്ട് മൈനിങ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് മൈനിങ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഓരോ സെക്കൻഡിലും പെർ ഹവറിലുള്ള ആ ഒരു കോയിൻസിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കൂടി വരുന്നതായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നമുക്ക് മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഭാവിയിലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്